friends, welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ട്സ് ഡാറ്റ ഫ്രം എക്സൽ എന്ന ടാലിയിലെ പുതിയ ഫീച്ചറിനെ കുറിച്ചാണ്. നമുക്കറിയാം ഇന്ന് ഒരുപാട് സോഫ്റ്റ്വെയർസുകളുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എക്സൽ. എക്സലിലെ ഡാറ്റാസ് നമുക്ക് പല സോഫ്റ്റ്വെയർസുകളിലേക്കും ഇമ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും കഴിയും. അപ്പോൾ ടാലിയിൽ എങ്ങനെയാണ് നമ്മൾ ഡാറ്റാസ് എക്സലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ടാലി പ്രൈം 4.1 ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒരു കമ്പനീനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ ഈ ഒരു കമ്പനി പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഞാൻ ഇതിൽ ലെഡ്ജേഴ്സോ അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ആൾട്ടർ എടുത്തിട്ട് ലെഡ്ജർ ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. കണ്ടോ, ഇതിൽ ക്യാഷും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. ഇതിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ലെഡ്ജർ ആണ്. അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ലെഡ്ജേഴ്സിനെ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും ടോപ്പിൽ നമുക്ക് ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ മാനേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ സാമ്പിൾ എക്സൽ ഫയൽ എടുത്തു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ലെഡ്ജർ ഗ്രൂപ്പ് കാര്യങ്ങളെല്ലാം മാസ്റ്റേഴ്സിലാണ് ഉണ്ടാവുക, ട്രാൻസാക്ഷൻസ് ആണ് ട്രാൻസാക്ഷൻസിൽ ഉണ്ടാവുക. അപ്പൊ ഞാനിവിടെ മാസ്റ്റേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓൾ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് ആണ് ഇപ്പൊ അവിടെ സെലക്ട് ആയി എടുക്കുന്നത്. അപ്പൊ നമുക്കിതിൽ ഓൾ വേണ്ട, ഞാൻ ലെഡ്ജർ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ കോൺഫിഗർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ ഓൾ അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് മാറ്റി ലെഡ്ജർ മാത്രം ആക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാനത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് കൊടുക്കാം. അപ്പൊ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഈ ഒരു മെസ്സേജ് വരുമ്പോൾ അതിൽ എസ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇവിടെ എക്സൽ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പൊ അതിൽ രണ്ട് ഷീറ്റുകളാണ് ഉണ്ടായിരിക്കുക. ലെഡ്ജർ എന്ന് പറയുന്ന ഒരു ഷീറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലെഡ്ജർ റീഡ്മി എന്ന് പറയുന്ന ഒരു ഷീറ്റും കൂടി ഇതിൽ കാണാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കൊടുക്കാനുണ്ടെങ്കിൽ അതിനാണ് ലെഡ്ജർ റീഡ്മി എന്ന് പറയുന്ന ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യണത്. ഇപ്പൊ നമുക്ക് ലെഡ്ജർ എന്ന് പറയുന്ന ഷീറ്റാണ് ആവശ്യമുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് കൊടുക്കാനുള്ളത് നെയിം ആണ്. അപ്പൊ ഏത് അക്കൗണ്ട് ആണ് നമുക്ക് കൊടുക്കാനുള്ളത്, അക്കൗണ്ടിന്റെ പേര് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ക്യാപിറ്റലാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഗ്രൂപ്പ് നെയിം ആണ് അടുത്തത്. അപ്പൊ ക്യാപിറ്റൽ വരുന്നത് നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ അണ്ടറിലാണ്. അപ്പൊ അവിടെ ഗ്രൂപ്പ് നെയിം കൊടുക്കുക. പിന്നെ ലെഡ്ജർ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്ന ഒരു കോളം കാണാം. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കൊടുക്കാം. ഇനി അത് ക്രെഡിറ്റ് ആണോ ഡെബിറ്റ് ആണോ എന്നുള്ളത് കൊടുക്കാം. പിന്നെ ഇവിടെ ബിൽ ഡേറ്റ് അതുപോലെ തന്നെ ബിൽ നെയിം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ കോളംസ് ഒക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ആകെ ഒരു നെയിമും അതുപോലെ തന്നെ അതിന്റെ ഗ്രൂപ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്നില്ല. ഇനി ഇവിടുന്ന് ഞാൻ സേവ് കൊടുക്കുകയാണ്. പിററ്റ് ലെഡ്ജർ നമുക്ക് മതി. ഇനി ഇത് സേവ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ പേര് ടോപ്പിൽ കാണാം, ലെഡ്ജർ എന്നുള്ള പേരിലേക്ക്, അത് ഷീറ്റിന്റെ പേര് ലെഡ്ജർ എന്നുള്ള പേരിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും. ഇനി ഞാനിത് ഇവിടുന്ന് മിനിമൈസ് ചെയ്തു. ഇനി ആ ഒരു അക്കൗണ്ട് നമ്മൾ ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇമ്പോർട്ട് എടുക്കുക. അതിൽ നമുക്ക് കാണാം മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ, അത് സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസുകൾ കൊടുക്കാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ അതിൽ ഓരോന്നായിട്ട് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇവിടെ ഫയലിന്റെ പേര് നമ്മൾക്ക് അറിയാം ലെഡ്ജർ എന്നുള്ള ഫയലാണ്. അപ്പൊ ആ ലെഡ്ജർ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി അതുപോലെ തന്നെ അതിന്റെ നെയിം, ഷീറ്റിന്റെ പേര് ചോദിക്കുന്നുണ്ട്, ലെഡ്ജർ ആണ്, ലെഡ്ജർ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിൽ കാണാൻ പറ്റും ടൈപ്പ് ഓഫ് മാസ്റ്റർ എന്നുള്ളതിൽ നമ്മൾ ലെഡ്ജർ ആണ് കോപ്പി ചെയ്യാൻ പോണത്, ഇമ്പോർട്ട് ചെയ്യാൻ പോണത്. അപ്പൊ അതും ലെഡ്ജർ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് മോഡിഫൈ വിത്ത് ഡാറ്റ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും താഴെ നമുക്ക് ബേക്കപ്പ് ഡെസ്റ്റിനേഷൻ പാത്ത് ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് ബേക്കപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ പുതിയ ഫോൾഡറുകൾ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ സ്പെസിഫൈ പാത്ത് എടുത്ത് പുതിയ ഫോൾഡർ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇതിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിതിൽ 1 2 3 എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഞാനിപ്പോൾ അതിൽ സേവ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആ ഒരു അക്കൗണ്ടിന്റെ പേരും ലെഡ്ജറിന്റെ അക്കൗണ്ടും അവിടെ കാണാം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ട് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു മെസ്സേജ് വരും. ഇനി നമുക്ക് ഇമ്പോർട്ട് ആയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ആൾട്ടർ എടുത്തു. അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ക്യാപിറ്റൽ എന്ന് പറയുന്ന ലെഡ്ജർ ഇവിടെ കോപ്പി ആയി വന്നിട്ടുണ്ട്, ഇമ്പോർട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് എക്സലിൽ നിന്ന് ടാലിയിലേക്ക് ലെഡ്ജർ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പൊ അത് സെയിം ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ മാനേജ്, അതിൽ സാമ്പിൾ എക്സൽ ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടായിരിക്കും ട്രാൻസാക്ഷൻസ്. അപ്പൊ നമ്മളിവിടെ ട്രാൻസാക്ഷൻസ് സെലക്ട് ചെയ്തു. അപ്പൊ ഇതിൽ നമുക്കിവിടെ കാണാം ഓൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് കാണാം. എല്ലാ വൗച്ചേഴ്സുകളും ചെയ്യാനാണ്
ഓൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സ്. അപ്പം അത് നമ്മൾ മാറ്റി കൊടുക്കണ്ട. പിന്നെ നമ്മൾ ഫയൽ, അതായത് എവിടേക്കാണോ സേവ് ചെയ്യണത് ആ ഒരു ലൊക്കേഷൻ ഞാനിവിടെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് സി ഡ്രൈവിലേക്കാണ് ആ ഒരു ഫയൽ പോകുന്നത്. ഞാൻ അതെന്ത് ചെയ്യുന്നുണ്ട്, ഡെസ്ക് ടോപ്പിലേക്ക് ആക്കി മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഏത് ലൊക്കേഷൻ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡെസ്ക് ടോപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ എക്സൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് 2 ഷീറ്റുകളാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താനുള്ള ഷീറ്റാണ്. അപ്പോൾ അതിൽ വൗച്ചർ ഡേറ്റ് ആണ് ഫസ്റ്റ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ 1/4/2024 എന്നുള്ള ഡേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വൗച്ചർ ടൈപ്പ് നെയിം, ഏത് വൗച്ചർ ആണോ പോസ്റ്റ് ചെയ്യേണ്ടത് ആ വൗച്ചറിന്റെ പേരാണ്. അത് ഞാൻ റെസിപ്റ്റും ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വൗച്ചർ നമ്പർ ആണ്. അപ്പോൾ 1ാമത്തെ ട്രാൻസാക്ഷൻ ആണ് നമ്മൾ റെസിപ്റ്റിൽ ചെയ്യുന്നത്. 1 എന്നുള്ള നമ്പർ കൊടുക്കുക. പിന്നെ ഇതിൽ സപ്ലയറുടെ പേരും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്നും എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ റെസിപ്റ്റിന് ഇപ്പൊ അത് ആവശ്യമില്ലല്ലോ, പർച്ചേസും സെയിലും ചെയ്യുമ്പോൾ നമുക്കത് വേണം കേട്ടോ. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ലെഡ്ജറിന്റെ നെയിമാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇവിടെ കൊടുക്കുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്ന ലെഡ്ജർ ആണ്. കാരണം നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ ആണെങ്കിലും നമ്മൾ ടാലി ഓപ്പൺ ചെയ്താൽ റെസിപ്റ്റിൽ ഫസ്റ്റ് ക്രെഡിറ്റ് ആണ് ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ ഫസ്റ്റ് ക്യാപിറ്റൽ ആണ് കൊടുത്തിട്ടുള്ളത്, ക്രെഡിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ലെഡ്ജറിന്റെ എമൗണ്ട് ആണ്. അപ്പൊ നമുക്കിവിടെ ഒരു 10 lakh കൊടുക്കാം. ഇനി ലെഡ്ജർ ബാലൻസ്, അതായത് ലെഡ്ജറിന്റെ എമൗണ്ട് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ലെഡ്ജറിന്റെ എമൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ആണ് വരിക, ക്യാപിറ്റൽ. പിന്നെ താഴെയാണ് നമ്മൾ ക്യാഷ് അക്കൗണ്ട് കൊടുക്കുന്നത്. ക്യാഷിന്റെ എമൗണ്ടും സെയിം എമൗണ്ട് തന്നെ കൊടുക്കുക. ക്യാഷ് എന്താണ് വരുന്നത്, ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പൊ അത് നമുക്കിവിടെ DR ഡെബിറ്റ് കൊടുക്കാം. ഇപ്പൊ റെസിപ്റ്റിലുള്ള ഒരു എൻട്രി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, അടുത്ത ഡേറ്റ് കൊടുക്കാം. അതുപോലെ ഏതാ വൗച്ചർ, വൗച്ചർ നമ്പർ, എൻട്രി, ഇതുപോലെ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ കറക്റ്റ് കൊടുക്കണം. ഇനി ഇതിൽ നമുക്കൊരു എക്സ്ട്രാ ഒരു ഷീറ്റും കൂടി കാണാം. അപ്പൊ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനാണ് ഈ ഒരു ഷീറ്റ്. ഇപ്പൊ GST IN നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഷീറ്റിലാണ് കൊടുക്കാൻ പറ്റുക. ഇനി നമുക്കിത് സേവ് കൊടുക്കാം. ഇനി ഞാനിത് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് മിനിമൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫയലിന്റെ പേരും കാര്യങ്ങളൊക്കെ ടോപ്പിൽ കാണിക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് വേണം നമ്മൾ മിനിമൈസ് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ടാലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യണം, ആ ഒരു ട്രാൻസാക്ഷനെ ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. സെയിം ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ ട്രാൻസാക്ഷൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള വിൻഡോ വരും. അതിലൊക്കെ ഡീഫോൾട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നമുക്കൊന്നും മാറ്റാനൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പം അതിൽ അക്കൗണ്ടിങ് വൗച്ചറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഫയൽ കംപ്ലീറ്റ് അക്കൗണ്ടിങ് വൗച്ചർ ആണ്. പിന്നെ നമുക്കിതിൽ ബേക്കപ്പ് ഡെസ്റ്റിനേഷൻ പാത്തും മാത്രമേ കൊടുക്കാനുള്ളൂ. അത് ഞാനിതിൽ നിന്നുള്ള ഒരു ഫോൾഡർ, ഡിഫോൾട്ടായിട്ട് അതിലൊരു ഫോൾഡർ ഉണ്ട്. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു വിൻഡോ വരും. അപ്പോൾ അതിൽ നമുക്ക് കാണാം റെസിപ്റ്റിൽ ഒരു നമ്പറാണ്. അത് ഒരു എൻട്രി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ. ഇതിൽ S കൊടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ട് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന മെസ്സേജ് വരും. ഇനി നമുക്ക് ടാലിയിൽ ആ ഒരു എൻട്രി വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാനിവിടെ ഡേ ബുക്കാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ആ ഒരു എൻട്രി വന്നിട്ടുണ്ട്, 1/4/2024 റെസിപ്റ്റ് വൗച്ചറിൽ എൻട്രി. അപ്പം ആ എൻട്രി ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഡേറ്റ്, അതുപോലെ തന്നെ വൗച്ചർ നമ്പർ, എൻട്രി ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ക്രെഡിറ്റിൽ ക്യാപിറ്റലും അതുപോലെ തന്നെ ഡെബിറ്റിൽ ക്യാഷും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സലിൽ നിന്ന് ടാലിയിലേക്ക് ഡാറ്റാസിനെ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് ആവശ്യമുള്ളവർ shefeedanishin@gmail.com എന്ന മെയിൽ ID ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ടാലി പ്രൈം, ക്വിക്ക് ബുക്സ്, അഡ്വാൻസ്ഡ് എക്സൽ എന്നീ ടോപ്പിക്കുകളാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നത്. സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഓൺലൈൻ ക്ലാസ് മാത്രമാണ്. അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ ടാലിയിലെ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.